Greetings in the name of the Lord and Savior Jesus Christ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവരെയും വന്ദിക്കുന്നു. Are we all excited to hear God's word? ഇന്ന് കർത്താവിന്റെ വചനം കേൾക്കുവാൻ എല്ലാവരും എക്സൈറ്റഡ് ആണോ? The last few days we've been thinking about only to believe that faith in God will take us through. നമ്മൾ കുറച്ച് ദിവസമായിട്ട് അധികമായിട്ട് ചിന്തിക്കുന്നത് വിശ്വാസത്തിൽ കർത്താവ് നമ്മളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ്. In the special meetings we heard Pastor John share about faith. The just will walk by faith. അതുപോലെ സ്പെഷ്യൽ മീറ്റിംഗിൽ ഡോക്ടർ ജോൺ ഇതുപോലെ വിശ്വാസത്തെക്കുറിച്ചും എങ്ങനെ നീതിമാൻ വിശ്വാസത്തിൽ നടക്കും എന്നുള്ളതിനെക്കുറിച്ചുമായിരുന്നു പ്രസംഗിച്ചത്. And that even though a prophetic word comes, we need to stand strong in faith to see that come to pass. അതുപോലെ പ്രവചന ദൂതുകൾ നമ്മൾക്ക് കിട്ടുമ്പോൾ തന്നെ നമ്മൾ വിശ്വാസത്തിൽ നടക്കുമ്പോൾ അത് നമ്മൾക്ക് നിവൃത്തിയായി നമ്മൾ കാണും എന്നും നമ്മൾ കണ്ടു. So I just thought we'll continue talking about faith. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു നമ്മൾ ഇനിയും വിശ്വാസത്തെക്കുറിച്ച് തന്നെ നമ്മൾ ചിന്തിക്കുക. So that is the word for this year. ഈ വർഷത്തെ ഒരു ദൂത് എന്നുള്ളത് അതാകുന്നു. Let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. Hallelujah, Lord, I just thank you for this day. കർത്താവേ, ഈ ദിവസത്തിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. And I commit everyone here into your hands. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ തരുന്നു. I pray for everyone watching at home. വീടുകളിൽ നിന്ന് ഞങ്ങളെ കാണുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. And I pray, Holy Spirit, you will hover over them. പരിശുദ്ധാത്മാവേ, നീ അവരുടെ കൂടെ വസിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. That faith will arise. കർത്താവ്, വിശ്വാസം വർദ്ധിക്കട്ടെ. That word will change their lives. ആ ഒരു ദൂത് ഞങ്ങളുടെ ജീവിതങ്ങളെ മാറ്റട്ടെ. I just sense that some of you are discouraged and you just know faith in your head, but your heart doesn't understand that you can trust God. ഞാനിവിടെ സെൻസ് ചെയ്യുന്നു, ചിലർക്ക് വിശ്വാസത്തെക്കുറിച്ച് ബുദ്ധിയിൽ അറിവുണ്ട്, പക്ഷേ ഹൃദയത്തിൽ ഒരു മാറ്റം വരുവാൻ സാധിക്കുന്നില്ല, അവർ ഡിസ്കറേജ്ഡ് ആയിരിക്കുന്നത് കൊണ്ട്. Lord, in these days I pray, Father Lord, that you will establish in their hearts that they can trust you. കർത്താവെ, ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന ഈ ദിവസങ്ങളിൽ കർത്താവെ, വിശ്വാസം ഹൃദയത്തിൽ ഉറപ്പിച്ച് അവർ ജീവിതത്തിൽ മുന്നേറുവാൻ അവരെ സഹായിക്കണം. I commit this in Jesus' name. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. 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 Luke chapter 5, let's go to that. It's an incident that we've all probably heard so many times. It says in verse 1, "So it was, as the multitude pressed about him to hear the word of God, that he stood by the lake of Gennesaret and saw two boats standing by the lake. But the fishermen had gone from them and were washing their nets." ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 4 വരെ. ഒരു ദിവസം അവൻ ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കുന്നതിന് വേണ്ടി അവന്റെ ചുറ്റും കൂടി. 2 പടക് കരയുടെ അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. Okay. And then he got into one of the boats. അവയിൽ നിന്ന് അതിൽ ഒരു പടകിലേക്ക് യേശു കയറുകയാണ്. Which was Simon's. അത് ശിമോന്റെ പടകായിരുന്നു. Does the Lord have the freedom to get onto your boat? നിങ്ങളുടെ പടകിലേക്ക് കയറുവാൻ ഉള്ള സ്വാതന്ത്ര്യം യേശുവിനുണ്ടോ? I'm sure that by that time they would have established a relationship where Jesus had the freedom to get into one of those boats. ഞാൻ ധരിക്കുന്നത് ഈ ഒരു സമയം കൊണ്ട് യേശുവായിട്ട് ഒരു കൂട്ടായ്മയിൽ അവർ എത്തിച്ചേർന്നത് കൊണ്ടായിരിക്കണം യേശു അവരുടെ പടകിൽ കയറുവാൻ ഉള്ള അനുവാദം അവർ കൊടുത്തത്. And so he sits in the boat and starts to teach. ആ പടകിൽ കയറി യേശു ഉപദേശിക്കുവാൻ തുടങ്ങി. And then he tells Simon, put out a little from the land. Put the boat out from the land. അതിനുശേഷം യേശു ശിമോനോട് പറയുകയാണ്, കരയിൽ നിന്ന് വെള്ളത്തിലേക്ക് അല്പം നീക്കണമെന്ന് അവൻ അപേക്ഷിച്ചു. And he sat down and taught the multitudes from the boat. അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ആ പടകിൽ ഇരുന്നുകൊണ്ട് തന്നെ ഉപദേശിച്ചു. When he had stopped speaking, he said to Simon, launch out into the deep and let down your nets for a catch. പുരുഷാരത്തെ ഉപദേശിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട്, ആഴമുള്ള സ്ഥലത്തേക്ക് നീക്കി മീൻ പിടിക്കാനായി വല ഇറക്കുവിൻ എന്ന് പറഞ്ഞു. A carpenter is telling a fisherman, go launch out into the deep. ഒരു തച്ചനാകുന്നു ഇവിടെ ഒരു മീൻപിടുത്തക്കാരനോട് പറയുന്നത് ആഴമുള്ള സ്ഥലത്തേക്ക് നീക്കി വല ഇറക്കുവാനായി. Peter would have been surprised. What is this man telling? He's good at teaching, but does he know anything about fishing? അവിടെ ഉള്ളവർ ആശ്ചര്യപ്പെട്ട് കാണണം, ഈ ഒരു യജമാനൻ, ഈ ഒരു മാസ്റ്റർ ഉപദേശിക്കുവാൻ കഴിവുള്ളവനാകുന്നു, എന്നാൽ മീൻപിടുത്തത്തെക്കുറിച്ച് അദ്ദേഹത്തിന് എന്തറിയാമെന്നുള്ളത്. You know that word deep is used not only for the depth of the sea, but also for the depth of God's wisdom and knowledge. ഈ ആഴം എന്ന് പറയുന്നത് നമ്മൾ വായിക്കുന്ന പോലെ ഈ കടലിൻ്റെതായ ആഴം മാത്രമല്ല, ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയെക്കുറിച്ചുള്ള ആഴം കൂടിയാകുന്നു. I sense the Lord is telling us, don't stand on the periphery
on the superficial level, but go deeper with me. ഞാൻ ഇന്നിവിടെ സെൻസ് ചെയ്തത് കർത്താവ് പറയുന്നത് നിങ്ങൾ പുറത്ത് നിന്ന് മാത്രം കാര്യങ്ങൾ നിൽക്കരുത്, നിങ്ങൾ ആഴത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളതാകും. Paul writes to the Corinthians to understand the depth of God's wisdom. കൊരിന്ത്യ സഭയ്ക്ക് ദൈവത്തിന്റെ ജ്ഞാനത്തെക്കുറിച്ച് പറയുകയാണ് പൗലോസ്. In 1 Corinthians 2, he says that no eye has seen, no ear has heard, no mind has conceived the things of God. Hallelujah, which he has kept for those who love him. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടും ഒരു ചെവി കേട്ടിട്ടും ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് കൊരിന്ത്യ സഭയ്ക്കുള്ള ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. I would never have thought I'd stand here and preach. ഞാൻ ഒരിക്കൽ പോലും ഞാൻ കരുതിയിട്ടില്ല ഞാൻ ഇവിടെ നിന്ന് ഇവിടെ പ്രസംഗിക്കുമെന്നുള്ളത്. If you asked me 10 years earlier. ഒരു 10 വർഷത്തിന് മുമ്പ് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ. But the Lord knows. പക്ഷേ കർത്താവിന് അറിയുമായിരുന്നു. And the Lord sees where he's going to take you and how he's going to use you. കർത്താവിന് അറിയാം ആരെ കർത്താവ് വിളിക്കുമെന്നും എങ്ങനെ കർത്താവ് അവരെ വിളിച്ചുകൊണ്ട് ഉപയോഗിക്കുമെന്നുള്ളതും കർത്താവിന് അറിയാം. But will you let him on your boat and go deeper? നിങ്ങളുടെ പടകിലേക്ക് അവനെ കയറുവാൻ നിങ്ങൾ അനുവദിക്കുവോ, അതുപോലെ തന്നെ ആഴങ്ങളിലേക്ക് പോകുവാൻ നിങ്ങൾ തയ്യാറാണോ? And it says in 1 Corinthians 2:10, but God has revealed them to us through his Spirit, for the Spirit searches all things, yes, the deep things of God. 1 കൊരിന്ത്യർ 2:10 പറയുന്നു, നമുക്കോ ദൈവം അത് തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു, എന്തെന്നാൽ ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെ പോലും ആരായുന്നു. So let's go into the deeper things. നമുക്ക് ആഴങ്ങളിലേക്ക് പോയി നോക്കാം. I remember we had gone for a trip as a family a number of years back, and we went to a kind of island where there were corals in the sea. ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് കുടുംബമായി ഒരു ട്രിപ്പിന് പോയിരിക്കുന്നു. അവിടെ അതൊരു ഐലൻഡിലാണ് പോയത്, ഒരു ദ്വീപിൽ. അവിടെ പവിഴപ്പുറ്റുകളുള്ള ഒരു ദ്വീപായിരുന്നു. So we all knew how to swim, but I was the poorest swimmer of the lot. ഞങ്ങൾക്ക് എല്ലാവർക്കും നീന്താൻ അറിയായിരുന്നു, അതിൽ ഏറ്റവും കുറച്ചറിയാമത് എനിക്കായിരുന്നു. So they asked us, they took us in a boat because there was a sunken ship around which corals were formed. അവിടെ ഒരു മുങ്ങിയ കപ്പലിന്റെ ചുറ്റും പവിഴപ്പുറ്റുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ അവർ ഒരു പടകിൽ അതിലേക്ക് കൊണ്ടുപോയി. And they asked, okay, who all need life jackets? I said, yes, I need. ഞങ്ങളോട് ചോദിച്ചു ആർക്കൊക്കെ ലൈഫ് ജാക്കറ്റ് വേണം എന്നുള്ളത്. But the three of them, my husband and the children, said, no, we don't need it. തൻ്റെ ഭർത്താവും കുഞ്ഞുങ്ങളും പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട എന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് വേണമെന്ന്. So in the middle of the sea, they just say, get down. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു നിങ്ങൾ ഇറങ്ങാൻ എന്നുള്ളത്. There are 1 or 2 guides. So I was thankful I had the life jacket. 2-3 പേര് നമ്മളെ സഹായിക്കാൻ ഉണ്ടായിരുന്നു എങ്കിലും എനിക്ക് വളരെ നന്ദി ഉണ്ടായിരുന്നു ആ ലൈഫ് ജാക്കറ്റ് ഉള്ളത് കൊണ്ട്. But I realized later on that as we were snorkeling, that because of the life jacket, it kept on pulling me up. എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു ഈ ലൈഫ് ജാക്കറ്റ് ഉണ്ടായത് കൊണ്ട് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഇടറുവാൻ പറ്റുമെങ്കിലും പക്ഷെ ഞങ്ങൾ പൊങ്ങിത്തക്കൊണ്ട് തന്നെ ഇരുന്നു. So but my children could see deeper and see well because they were free. എൻ്റെ കുഞ്ഞുങ്ങൾ ഫ്രീ ആയിരുന്നത് കൊണ്ട് അവർക്ക് ആഴങ്ങളിലേക്ക് പോയി അതിൽ കാര്യങ്ങൾ കാണുവാൻ സാധിക്കുമായിരുന്നു. Oh, I was regretting of using the life jacket. ലൈഫ് ജാക്കറ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് ആഴങ്ങളിലേക്ക് പോകുവാൻ സാധ്യമല്ലായിരുന്നു. So that's how we are. We hold on to something because we are scared. നമ്മൾ അതുപോലെ പലതിനെ കുറിച്ച് നമ്മൾ ഭയമുള്ളത് കൊണ്ട് നമ്മൾ ചിലതിനെ മുറുകെ പിടിച്ചിരിക്കും. If we let go, will we sink? നമ്മളത് പേടിയാണ്, നമ്മളതിനെ വിട്ട് കളഞ്ഞാൽ നമ്മൾ മുങ്ങി താഴുമോ എന്നുള്ളത്. But the Lord is saying, trust me. പക്ഷെ കർത്താവ് പറയുന്നു എന്നിൽ വിശ്വസിക്കുക, എന്നിൽ ഉറപ്പുള്ള. He may ask you to do something that you wouldn't normally do, but he says, trust me, I will carry you through it. ചിലപ്പോൾ നമ്മൾ സ്വാഭാവികമായി വിചാരിക്കുന്നതിനെ കുറിച്ചായിരിക്കില്ല ദൈവം നമ്മളോട് ചെയ്യുവാൻ കൽപ്പിക്കുന്നത്. പക്ഷെ ദൈവം പറയുന്നത് എന്നിൽ ഉറപ്പുള്ളവരായിരിക്കുക എന്നുള്ളതാകുന്നു. Let's just say a word of prayer. Let's pray that right now, Lord, I just commit everyone here. And I pray, Lord, that they will not stay at the banks, but go deeper with you. കർത്താവെ, ഞാൻ ഇവിടെ ഇരിക്കുന്നവരെ കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ കരയ്ക്ക് പുറത്ത് നിൽക്കാതെ കർത്താവെ നിന്നോടൊപ്പം ചേരുവാൻ കർത്താവെ നീ അവരെ സഹായിക്കണമേ. You know, God, the Lord wants each one of us right now, Lord. I just pray, Father, Lord, that you will open their hearts to receive this word, that the Lord wants to take you places, to make you do things you never thought you could do, that he will give you a boldness. കർത്താവെ, വചനം കേൾക്കുമ്പോൾ തന്നെ കർത്താവെ ഹൃദയത്തിൽ ഇവിടെ ഉള്ളവർക്ക് ഒരു ഉറപ്പുണ്ടായിരിക്കട്ടെ. കർത്താവ് അവർ നനച്ചിരിക്കാത്തടത്തേക്ക് അവരെ കൊണ്ടുപോകും, വലിയ കാര്യങ്ങൾ അവരെക്കുറിച്ച് ചെയ്യും എന്നുള്ളത്. ആ ലൈഫ് ജാക്കറ്റ് ഒന്ന് മാറ്റിയാട്ടെ. Just take it off and trust him. നിങ്ങൾ ധരിച്ചിരിക്കുന്ന ലൈഫ് ജാക്കറ്റ് ഒന്ന് മാറ്റി കർത്താവിൽ ഉറപ്പുള്ളവരായിരിക്കാം. And Lord, show us, Lord, deeper things of you.
കർത്താവെ, നിന്നെക്കുറിച്ചുള്ള ആഴങ്ങളിലേക്ക് നീ ഞങ്ങളെ കാണിച്ചാട്ടെ. Even as we read your word, Lord, help us to understand the pearls of wisdom in the word. കർത്താവെ, ഞങ്ങൾ ദൈവവചനം വായിക്കുമ്പോൾ കർത്താവെ, ആ മാധുര്യമുള്ള, ആ വിലപിടിപ്പുള്ള, മുത്തായിരിക്കുന്ന വചനത്തിന്റെ പൊരുൾ മനസ്സിലാക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. Amen. So Luke 5:5, we see how it says, but Simon answered and said to him, Master, we have toiled all night and caught nothing. Nevertheless, at your word, I will let down the net. ലൂക്കോസ് 5:5 ഇങ്ങനെ പറയുന്നു, അതിന് ശിമോൻ, ഗുരു, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. So he says the word master is epistatus, means the one who has authority. ഈ മാസ്റ്റർ, ഗുരു എന്ന പദം എപ്പിസ്റ്റാസിസ് എന്ന് പറയുന്ന പദത്തിൽ നിന്ന് വരുവാണ്. അതിനർത്ഥം അധികാരമുള്ളവൻ, കർത്തൃത്വം നടത്തുന്നവൻ എന്ന അർത്ഥത്തിലാകുന്നു. Have you given Jesus authority over your life? നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ യേശുവിന് കർത്തൃത്വം നടത്തുവാൻ നിങ്ങൾ അധികാരം കൊടുത്തിട്ടുണ്ടോ? Or have you given him only your Sundays? അതോ നിങ്ങളുടെ ഞായറാഴ്ചകൾ മാത്രമേ നിങ്ങൾ അവന് കൊടുത്തിട്ടുള്ളൂ? Give him everything, every day, every aspect of your life. നിങ്ങൾക്കുള്ളത് എല്ലാം എല്ലാ ദിവസവും എപ്പോഴും കർത്താവിന് കൊടുത്തേക്കുക. And at his word, that word is rhema word. ഈ നീ പറഞ്ഞതനുസരിച്ച് എന്ന് പറയുന്നതിന്റെ ഒരു ആ വാക്ക് റേമ വചനമാകുന്നു. That is God's dynamic living word that gives us faith. നമ്മുടെ ഉള്ളില് വിശ്വാസം ജനിപ്പിക്കുവാൻ തക്കവണ്ണം ഉള്ള ഒരു ജീവിക്കുന്ന ഒരു ശക്തിയുള്ള വചനമാകുന്നു ഈ റേമ വചനം എന്ന് പറയുന്നത്. I think Jesus would have looked at Peter and says, do it, and he looked at him and that look would have changed him and said, okay sir, I will do it. ഞാൻ വിചാരിക്കുന്നത് യേശു പത്രോസിനെ നോക്കിക്കൊണ്ടായിരിക്കാം പറഞ്ഞത് നിങ്ങളിത് ചെയ്യുക എന്നുള്ളത്. ആ നോട്ടം തന്നെ ഒരു ഉറപ്പ് പത്രോസിന് കൊടുത്ത് കാണണം ഇത് ചെയ്യുവാനായിട്ട്. And verse 6 is, and when they had done this, they caught a great number of fish, and their net was breaking. So they signaled to their partners in the other boats to come and help them, and they came and filled both the boats, so that they began to sink. അതിൽ 6-7 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. അവർ അങ്ങനെ ചെയ്തപ്പോൾ വളരെ ഏറെ മീൻകൂട്ടം അവർക്ക് ലഭിച്ചു. അവരുടെ വല കീറി പോകാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു. അവർ വന്ന് 2 പടകും മുങ്ങുമാറാകോളം നിറച്ചു. Is there faith in this house today? ഇന്ന് ഈ ദൈവഭവനത്തിൽ വിശ്വാസമുണ്ടോ? Is there faith for a big catch? ഒരു വലിയൊരു മീൻ പിടിക്കുവാനായിട്ടുള്ള വിശ്വാസമുണ്ടോ? Is there faithful for a revival? ഒരു റിവൈവലിന്, ഒരു ഉണർവിനായിട്ടുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടോ? As a church, we've been praying for revival for years. നമ്മൾ വർഷങ്ങളായിട്ട് ദൈവസഭയായി ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. What is revival? An extraordinary move of God in our midst. ഉണർവ് എന്ന് പറയുന്നത് അസാധാരണമായ ഒരു ദൈവത്തിന്റെ ഒരു ചലനമാകുന്നു നമ്മുടെ ഇടയിലേക്കുള്ള. The Lord is asking us, do you have faith? കർത്താവ് നമ്മളോട് ചോദിക്കുന്നത് നമ്മൾക്ക് അതിനുള്ള വിശ്വാസമുണ്ടോ എന്നുള്ളതാകുന്നു. You may be telling the Lord, Lord, nothing is happening. We're coming every week, nothing much is happening. But the Lord is saying, I'm going to prepare you for a great catch. നമ്മൾ ചിലപ്പോൾ പറയും, ഞങ്ങൾ എല്ലാ ആഴ്ചകളും വരുന്നു, ഞങ്ങളൊന്നും കാണുന്നില്ല, അസാധാരണമായിട്ടൊന്നും കാണുന്നില്ലല്ലോ എന്ന് നമ്മൾ പറയുമ്പോൾ കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളെ ഒരുക്കുകയാണ് ഒരു വലിയ മീൻപിടുത്തത്തിനായിട്ട്. Family, get ready for this great catch. ഈ ഒരു വലിയ ഒരു കൊയ്ത്തിനായിട്ട് നമ്മളെ തന്നെ ഒരുക്കണം. And when Simon Peter saw it, he fell down at Jesus' knees, saying, depart from me, for I am a sinful man, O Lord. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ മുട്ടുകുത്തി, കർത്താവെ, ഞാൻ പാപിയായ മനുഷ്യനാകുന്നത് കൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. For he and all who were with him were astonished at the catch of fish which had been taken. അവൻ്റെ കൂടെ ഉള്ളവർ എല്ലാവരും ഈ ഒരു മീൻപിടുത്തത്തെ കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടിരുന്നു. He said that depart from me because I'm sinful. That word sinful is I've missed the mark. ഈ ഒരു ഞാൻ വിട്ടുപോകും, പാപിയാകുന്നു എന്ന് പറയുന്നത് പാപം ചെയ്തിരിക്കുന്നു എന്ന തോന്നലിൽ നിന്നാണ് ഈ പറയുന്നത്. I thought that I knew everything about fishing, but you proved me wrong. എനിക്ക് ഈ മീൻപിടുത്തത്തിനെ കുറിച്ച് എല്ലാം അറിയാം എന്നുള്ളൊരു ധാരണ ഉണ്ട് എന്നുള്ള എൻ്റെ തോന്നല് മാറ്റി കൊടുക്കുകയാണ് കർത്താവ് ഇവിടെ. So the other day my husband and his discipleship group went to a beach far away, a little near Varkala area. കഴിഞ്ഞ ദിവസം തൻ്റെ ഭർത്താവും ഡിസൈപ്പിൾഷിപ്പിലുള്ള ഗ്രൂപ്പും ടീമുമായിട്ട് വർക്കലയിലേക്ക് പോവുകയുണ്ടായി. So they saw how some fishermen suddenly sensed there's going to be, they saw from a distance around a kilometer away from the beach, they saw the silvery shoal of fish.
അപ്പോൾ പിടുത്തക്കാർ കിലോമീറ്ററുകൾക്ക് ഇപ്പുറം കരയ്ക്ക് ഇരുന്നു കൊണ്ട് അവർക്ക് മനസ്സിലാവുകയാണ് അവിടെ ഒരു മീൻകൂട്ടം, ഒരു മീനിന്റെ കൂട്ടത്തിന്റെ ചലനം അവർ കാണുകയാണ്. And suddenly they give the alert. There's something there. There's something. They're seeing from a very far distance, but they're sensing a big catch. And they started launching the boats. Like a tractor came and pushed the boat into the sea. And within 1 hour, they came with a huge haul of mackerel. അവർ കിലോമീറ്ററുകൾക്ക് അപ്പുറം അവരത് കണ്ട് അവരത് മനസ്സിലാക്കി അവർ പെട്ടെന്ന് അതിന് ഒരുക്കത്തോടു കൂടി അതിൻ്റെ സാമഗ്രികളെല്ലാം കൊണ്ടുപോയി എടുത്ത് വലയിറക്കി അവർ ആ ഒരു വലിയൊരു മീൻകൂട്ടമായിട്ട് അവർ തിരിച്ചു വരികയാണ്. That is how sharp the fishermen are. അങ്ങനെ അത്രയും ഷാർപ്പാകുന്നു ഈ മീൻപിടുത്തക്കാർ. They understand it may be the light falling on the reflection of the fish, something, the move that they sense, and they go with that. അവർ ആ വെളിച്ചത്തിൽ നിന്നുള്ള പ്രകാശത്തിൽ നിന്ന് വന്ന ആ ഒരു ചലനം കണ്ടപ്പോഴേക്കും അവർക്ക് മനസ്സിലായി, അവർക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു എപ്പോഴാണ് അത്രയും ഒരു മീൻകൂട്ടം അവിടെ ഉണ്ടാവുക എന്നുള്ളത്. But that is the natural. പക്ഷെ അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാകുന്നു. But Jesus is talking about the supernatural. പക്ഷേ കർത്താവിടെ അസാധാരണമായ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. We have faith. There are things that we probably won't be seeing, but the Lord is saying it is there. There is a great haul. ചില കാര്യങ്ങൾ നമ്മൾക്കൊന്നും നമ്മുടെ സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാത്ത കാര്യങ്ങളെക്കുറിച്ചാകുന്നു കർത്താവ് പറയുന്നത് അതവിടെ ഉണ്ട് എന്നുള്ളത്. That's why Peter was so surprised. അതുകൊണ്ടാകുന്നു ഇവിടെ ശിമോൻ അധികം ആശ്ചര്യപ്പെട്ടത്. And then we see the rest of them joining in verse 10. And so also were James and John, the sons of Zebedee, who were partners with Simon. And Jesus said to Simon, "Do not be afraid. From now on you will catch men." അതുപോലെ ശിമോന്റെ കൂട്ടുകാരായ യാക്കോബ്, യോഹന്നാൻ എന്ന സെബദി മക്കളും ആശ്ചര്യപ്പെട്ടിരുന്നു. യേശു ശിമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാക്കും എന്ന് പറഞ്ഞു. So when they had brought their boats to land, they forsook all and followed him. പിന്നെ അവർ പടകുകളെ കരയുടെ അടുത്തേക്ക് അടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. If we encounter Jesus like this, we will forsake all and follow him. നമ്മൾ ഇങ്ങനെ യേശുവുമായിട്ടൊരു കണ്ടുമുട്ടൽ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ സകലതവും വിട്ടും അവനെ അനുഗമിച്ചിരിക്കും. He is the source of everything in our life. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാത്തിൻ്റെയും സ്രോതസ് യേശുവാകുന്നു. The well that from which he gives us water never dries up. നമ്മൾക്ക് വെള്ളം തരുന്ന ഉറവയിൽ ഒരിക്കലും അതൊരു ഉണങ്ങിപ്പോകുകയില്ല. He will never let us down. നമ്മളെ ഒരിക്കലും അവൻ വിഷമിപ്പിക്കുകയില്ല. And they understood this and they said, "We're giving up everything and we're following you." ഇത് മനസ്സിലാക്കിയിട്ട് അവർ പറയുകയാണ്, ഞങ്ങൾ സകലതും വിട്ടും നിന്നെ അനുഗമിക്കുന്നു എന്ന്. And that word follow is to join as a disciple, to leave everything else and to follow unto death. ഈ അനുഗമിക്കുക എന്ന്, ശിഷ്യനാവുക എന്ന് പറയുന്നത് സകലതും വിട്ട് ഒരുവനെ മരണാനന്തരം വരെ മരിക്കുന്ന വരെ അനുഗമിക്കുക എന്നുള്ളതാകുന്നു. This was the beginning of a journey of walking in faith. ഇതാകുന്നു വിശ്വാസത്തിൽ അവർ നടക്കുന്നതിന്റെ ഒരു യാത്രയുടെ ആരംഭം എന്ന് പറയുന്നത്. Over the last few days we've been hearing about faith. Faith, what is faith? It's trusting God. It's believing him. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഫെയ്ത്ത്, വിശ്വാസത്തെക്കുറിച്ച് പറയുകയാണ്. എന്താണ് വിശ്വാസം? കർത്താവിൽ ഉറപ്പുള്ളവരായിരിക്കുക എന്നുള്ളതാണ് വിശ്വാസം. Hebrews 11:1 says, "Now faith is the substance of things hoped for, the evidence of things not seen." എബ്രായർക്ക് എഴുതിയ ലേഖനം 11:1 ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. The Amplified Version says, "Now faith is the assurance," that is the title deed. ആംപ്ലിഫൈഡ് വേർഷൻ ഇങ്ങനെയാണ് പറയുന്നത്, വിശ്വാസം എന്നത് ഉറപ്പാകുന്നു, അതൊരു ഉറപ്പെന്നുള്ളത് ഒരു ആധാരം എന്നുള്ളത് അർത്ഥത്തിലാകുന്നു. Is your title deed important for your house? നമ്മുടെ വീടുകളുടെ കാര്യത്തിന് വേണ്ടി ഈ ആധാരങ്ങളൊക്കെ വളരെയധികം പ്രയോജനമുള്ളതാകുന്നുവല്ലോ. It's the only proof that you have that you own that, isn't it? നമ്മളിത് സ്വന്തമാക്കിയിരിക്കും, നമ്മുടെ വീട് സ്വന്തമാകുന്നു എന്നുള്ളതിന്റെ ഒരേ ഒരു ഉറപ്പ് ആ ആധാരപത്രമാണ്. Faith is the title deed. അതുപോലെ വിശ്വാസം എന്നുള്ളത് ഒരു ആധാരപത്രമാകുന്നു. So do you have it? നമ്മുടെ കയ്യിൽ അതുണ്ടോ? Do you have what God has said? If you have the title deed, you have it. നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ അത് ഉറപ്പുള്ളതാകുന്നു. So you have the that title deed, so you should be sad or happy? Everyone is looking at me. What does it make? What difference does it make? വിശ്വാസം എന്ന അധികാരപത്രം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ദൈവത്തിനോട് നമുക്കൊരു ഉറപ്പുണ്ടാകും. How will you live if you know you have the title deed of some big mansion? ഒരു വലിയൊരു കെട്ടിടത്തിന്റെ അധികാരപത്രം നമ്മുടെ കയ്യിൽ ഉണ്ട് എന്ന് ഉള്ള അറിവിൽ നമ്മൾ എങ്ങനെയായിരിക്കും ജീവിക്കുന്നത്? You feel secure.
നമ്മൾ വളരെ സംരക്ഷിക്കപ്പെട്ട് വളരെ സന്തോഷത്തോടെ ആയിരിക്കും ജീവിക്കുന്നത്. Faith is the title deed അതുപോലെ വിശ്വാസം എന്നത് ഒരു for അധികാരപത്രമാണ്. our walk with the Lord. കർത്താവിനോട് ചേർന്ന് നടക്കുന്നതിനായിട്ടുള്ള ഒരു And അധികാരം. it guarantees that the things that God said He will do, the things that God said He will give us or guide, the way He will guide us, it is done. It is done. കർത്താവ് നമ്മളോട് പറഞ്ഞ കാര്യങ്ങളും കർത്താവ് നമ്മളെ എങ്ങനെ നയിക്കാൻ പോകുന്നു എന്ന് നമ്മളോട് പറഞ്ഞ കാര്യത്തിൻ്റെ എല്ലാം മേലുള്ള ഉറപ്പാകുന്നു ഈ വിശ്വാസം എന്നുള്ളത്. It says there, so faith is the title deed of things hoped for, that is divinely guaranteed, and the evidence of things not seen. അതുപോലെ ആശിക്കുന്ന കാര്യങ്ങളുടെ എന്ന് പറഞ്ഞാൽ സ്വർഗീയമായൊരു ഉറപ്പാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ കാണാത്ത കാര്യങ്ങളുടെ ഒരു യാഥാർത്ഥ്യവും കൂടിയാകുന്നു. Amen. So that is faith. Remember, you got the title deed. അപ്പോൾ അതാണ് വിശ്വാസം. നമ്മൾക്ക് ഈ വിശ്വാസമാകുന്ന അധികാരപാത്രം നമ്മുടെ കയ്യിലുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. Now, what would a life of faith look like? എങ്ങനെയാണ് വിശ്വാസത്തോടു കൂടിയുള്ള ഒരു ജീവിതം നമ്മൾ നോക്കിക്കാണുന്നത്? 2 Corinthians 5:7 says, we walk by faith and not by sight. 2 കൊരിന്ത്യർ 5:7 നമ്മൾ വായിക്കുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താലെ അത്രേ ഞങ്ങൾ നടക്കുന്നത്. Have you tried to walk in a room that is pitch dark? ഒരു കൂരിരുട്ടായ ഒരു റൂമിൽ നിങ്ങൾ നടക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടോ? Especially if you're not used to it, you have not adjusted to it, it's like you will be stumbling, isn't it? നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കൂരിട്ടുള്ള മുറിയിലേക്ക് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ ഇടറി വീഴുവാനുള്ള സാധ്യതയുണ്ട്. But God doesn't lead you like that. The Lord, when you walk by faith, the next step that you're supposed to take, the Lord will light up that step. പക്ഷേ കർത്താവ് നമ്മളെ ഇടറി വീഴുവാൻ അനുവദിക്കത്തില്ല. നമ്മൾ ഒരു സ്റ്റെപ്പ് വിശ്വാസത്തോടെ എടുക്കുമ്പോൾ കർത്താവ് ആ സ്റ്റെപ്പിലേക്ക് വെളിച്ചം നമുക്ക് തരും. You may not be able to see till the door, but you will be able to see your foot taking the next step. നമ്മൾക്ക് ചിലപ്പോൾ അങ്ങേ അറ്റത്തുള്ള ആ ഒരു വാതിലിലോട്ട് നമ്മുടെ വെളിച്ചം നമുക്ക് കാണത്തില്ല. പക്ഷെ നമ്മുടെ ഓരോ ചുവടുകളിലേക്കും നമ്മൾ എങ്ങനെ നടക്കണം എന്നുള്ളതിലേക്ക് ദൈവം നമുക്ക് വെളിച്ചം നയിച്ചു തരും. Walking by faith means that you're putting the weight of your trust on Jesus Himself. നമ്മൾ വിശ്വാസത്തിൽ നടക്കുക എന്ന് പറയുന്നത് നമ്മൾ ആ ഉറപ്പെല്ലാം കർത്താവിൽ തന്നെ കൊടുക്കുകയാണ്. It means Jesus is the answer of the deepest questions in your life. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആഴമേറിയ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം യേശു ആകുന്നു എന്നുള്ളതാകുന്നു. For us, there's so many whys. Why did this happen? Why did that happen? But the Lord's saying that if you trust me, that's good enough. നമ്മുടെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു എന്നുള്ളത്. പക്ഷെ നമ്മൾ ദൈവത്തിൽ ആശ്രയം വെക്കുമ്പോൾ ദൈവം നമ്മൾക്ക് പലതും കാണിച്ചു തരും. There is so much more than we can see. നമ്മൾ കാണുന്നതിലും നമ്മൾ ഭൗതികമായി കാണുന്നതിലും അപ്പുറമായ കുറേ കാര്യങ്ങളുണ്ട്. Just this week, we went on the double-decker open air bus. On the top of that, in the city, there is a city ride like that. ഇവിടെ സിറ്റിയിലുള്ള ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ മുകളിൽ അതിൽ മുകൾവശം മൂടിയിട്ടില്ല. നമ്മൾക്ക് ഓപ്പൺ എയറിൽ നമുക്ക് യാത്ര ചെയ്യാം. അങ്ങനെയുള്ള ബസ്സിൽ ഞങ്ങൾ കയറുകയുണ്ടായി. And I realized that you see things from a different perspective. അതിൽ കയറി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ കാണുന്ന ലോകത്തെക്കുറിച്ച് നമ്മൾ വേറൊരു രീതിയിലാണ് അവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. It's the same city, ഒരേ നഗരമാകുന്നു. but you see more things from that height. പക്ഷേ ആ ഒരു ഹൈറ്റിൽ നിന്ന് നമ്മൾ കാണുന്നത് വേറെ കാഴ്ചകളാണ്. In fact, when we went to the airport area, usually when you're in a car, you will just see the wall. നമ്മൾ എയർപോർട്ട് ഏരിയയിൽ പോകുമ്പോൾ കാറിലാകുന്നെങ്കിൽ നമ്മൾ ആ ചുവരുകൾ മാത്രമേ കാണുകയുള്ളൂ. But from a height, it looked so beautiful with all the lights. It was in the night. പക്ഷേ ഉയരത്തിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ രാത്രി ആയതുകൊണ്ട് ഈ ലൈറ്റുകളൊക്കെ കണ്ട് വളരെ മനോഹരമായ ഒരു നഗരമായി ഞങ്ങൾക്ക് തോന്നി. Faith positions you on the top of the double-decker bus. നമ്മളെ വിശ്വാസം ഇങ്ങനെ ഒരു ഡബിൾ ഡെക്കർ ബസ്സിന്റെ മുകളിൽ നിന്ന് നമ്മൾ കാണുവാൻ നമുക്ക് കാഴ്ച തരും. It's the same route. സെയിം റൂട്ട് ആണെന്നോ അത്, but it's in a higher level. പക്ഷെ ഉയരത്തിൽ നിന്നാണ് നമ്മൾ കാണുന്നത്. Will you start walking in that faith? നമ്മൾ ആ ഉയരത്തിൽ നിന്ന് ആ വിശ്വാസത്തിൽ നിന്ന് നടക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? George Muller, a mighty man of God, said, faith does not operate in the realm of the possible. There is no glory for God in that which is humanly possible. Faith begins where man's power ends. ജോർജ് മുള്ളർ ഇപ്രകാരം പറഞ്ഞു, വിശ്വാസം സാധ്യതകളുടെ ലോകത്തു നിന്നുമല്ല പ്രവർത്തിക്കുന്നത്. മനുഷ്യനാൽ സാധിക്കാവുന്ന കാര്യങ്ങൾ ദൈവത്തിന് മഹത്വം കൊണ്ടുവരുന്നില്ല. മനുഷ്യന്റെ ശക്തി നിലയ്ക്കുന്നിടത്തു നിന്നുമാണ് വിശ്വാസം തുടങ്ങുന്നത്. I think you're all familiar with George Muller. He was a man of God whom the Lord used to run a number of orphanages in England. In fact, he took care of around 10,000 orphans during his life. ജോർജ് മുള്ളറിനെ കുറിച്ച് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ഇംഗ്ലണ്ടിൽ ഒരുപാട് അനാഥാലയങ്ങൾ നടത്തി 10,000-ഓളം അനാഥരെ സംരക്ഷിക്കുവാനായിട്ട് ദൈവം ചുമതലപ്പെടുത്തിയിരിക്കുന്ന
10,000 orphans he took care. He had 5 orphanages. 5 അനാഥാലയങ്ങളും 10,000-ഓളം അനാഥരെയും അദ്ദേഹം സംരക്ഷിച്ചു പോന്നു. And he never asked for money to take care of this or to run the orphanages, but he always walked by faith. ഈ ഒരു അനാഥാലയങ്ങളൊക്കെ നടത്തിക്കുവാനായിട്ട് അദ്ദേഹം ആരോടും പൈസ ചോദിച്ചില്ല. അദ്ദേഹം വിശ്വാസത്തിലാണ് നടന്നത്. People would see the need and give money. ആളുകൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവർ കണ്ട് അവർ സഹായിക്കുമായിരുന്നു. One day when there were around 300 children in a particular orphanage, they didn't have food. They all got ready in the dining hall. ഒരു ദിവസം ഇതുപോലെ ഒരു അനാഥാലയത്തിൽ 300ഓളം കുഞ്ഞുങ്ങൾ അവർ അവിടെ ആഹാരത്തിനായിട്ട് നിരന്നിരുന്നു ഡൈനിങ് ഹാളിൽ. പക്ഷെ അന്ന് ആഹാരം ഉണ്ടായിരുന്നില്ല. And so they just prayed. അവർ പ്രാർത്ഥിച്ചു. Shortly after, a baker comes and said, in the night the Lord told me that I should give you this today's batch of bread, and he just brought it and gave it to them. അന്ന് റൊട്ടി വിളമ്പുന്ന ആള് പറഞ്ഞു, രാത്രിയിൽ റൊട്ടിക്കാരൻ പറഞ്ഞു, രാത്രി ഞാൻ എന്നോട് ദൈവം സംസാരിച്ചു, ഇത്രയധികം റൊട്ടികൾ നിങ്ങൾക്ക് പാകം ചെയ്തുകൊണ്ട് വരണം എന്നുള്ളത് എന്ന് പറഞ്ഞ് അദ്ദേഹം അത് കൊടുക്കുകയുണ്ടായി. And just near that, now down the lane, the milkman, when he came, the cart got damaged. So he said, okay, this milk will get wasted. Let me go and give it to the orphanage. അതുപോലെ ആ നഗരത്തിരുവീതിയിലൂടെ പോയിരുന്ന പാൽക്കാരൻ അദ്ദേഹത്തിന്റെ ആ വണ്ടി അന്ന് പ്രശ്നമുണ്ടായിരുന്നുകൊണ്ട് പറഞ്ഞു, ശരി, ഇന്ന് ഞാൻ ഇത് വിൽക്കുന്നില്ല, ഇത് അനാഥാലയത്തിലെ കുഞ്ഞുങ്ങൾക്കായിട്ട് കൊടുക്കാമെന്നുള്ളത്. That is the way he ran that orphanage, and all his life he was able to bless many. അങ്ങനെയാകുന്നു ഈ അനാഥാലയങ്ങളെല്ലാം അദ്ദേഹം സംരക്ഷിച്ചു പോകുന്നതും ഒരുപാട് പേർക്ക് അനുഗ്രഹമായി തീരുവാൻ അദ്ദേഹത്തെ ദൈവം ഉപയോഗിച്ചു. When children were old enough to leave the orphanage, he would give them a Bible in the right hand and in the left hand some money for the provisions. ഈ കുഞ്ഞുങ്ങൾ അനാഥാലയത്തിൽ നിന്ന് മുതിർന്നു പഠിച്ചു കഴിയുമ്പോൾ അദ്ദേഹം കുഞ്ഞുങ്ങളുടെ കൈയുടെ വലത് കൈയിൽ വേദപുസ്തകവും ഇടത് കൈയിൽ കുറച്ച് പൈസയും കൊടുക്കുമായിരുന്നു. He explained to the children that if you held on to what was on the right hand, God would always do something for the left hand. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ വലത് കൈയിലുള്ളത് എപ്പോഴും നിങ്ങൾ മുറുകെ പിടിച്ചാൽ ദൈവം നിങ്ങളുടെ ഇടത് കൈക്ക് തരേണ്ടതെല്ലാം ദൈവം നിങ്ങൾ തന്നോളൂ എന്ന് പറഞ്ഞു. And his legacy continued. After Muller died, the orphanages supported over 1 lakh orphans in the coming days. അദ്ദേഹത്തിന്റെ മരണശേഷവും അദ്ദേഹത്തിന്റെ ഈ ഒരു പാരമ്പര്യം തുടർന്നു. അത് കഴിഞ്ഞിട്ടും ഏകദേശം 100,000-ഓളം അനാഥരെ ഈ ഓർഫനേജുകളിൽ ആയിട്ടൊക്കെ സംരക്ഷിച്ചു പോന്നിരുന്നു. That's a man of faith. അതാകുന്നു വിശ്വാസത്തിൽ നടന്നൊരു ദൈവദാസനെ കുറിച്ച്. Do we want to be people like that? നമ്മൾക്കും അങ്ങനെയുള്ള മനുഷ്യരാകണം. The Lord is challenging us. Will you be someone like that? ദൈവം നമ്മളോട് ചാലഞ്ച് ചെയ്യുകയാണ്, അങ്ങനെ ഒരു മനുഷ്യനാകുവാൻ നമ്മൾക്ക് സാധിക്കുമോ എന്നുള്ളത്. Who will trust me enough to do incredible things. വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് എന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യരാകുവാൻ. Amen. So the first thing is we walk by faith and not by sight. അപ്പോൾ ആദ്യമായിട്ടുള്ളത് നമ്മൾ കാഴ്ചയാലല്ല വിശ്വാസത്തിൽ നടക്കുന്ന മനുഷ്യരാകണം. Secondly, it's a life of obedience. രണ്ടാമത് ഇത് അനുസരണമുള്ള ഒരു ജീവിതമാകുന്നു. Hebrews 11:8 says, by faith Abraham, when he was called, obeyed by going out to a place which he was to receive for an inheritance, and he left not, knowing where he was going. എബ്രായർ 11:8 വായിക്കുന്നു, വിശ്വാസത്താൽ എബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്ര ചെയ്യാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. We know the man of God who has founded this church, Pastor John, how he has obeyed always. നമ്മൾക്കറിയാം നമ്മുടെ ദേവദാസൻ ഈ ചർച്ച് ഫൗണ്ടറായ ഡോക്ടർ ജോൺ എങ്ങനെ വിശ്വാസത്തിൽ നടക്കുന്നു എന്നുള്ളത്. So when he was in North India, God told him to come here and plant a church. നോർത്ത് ഇന്ത്യയിൽ അദ്ദേഹം ആയിരിക്കുമ്പോഴാണ് ദൈവം പറയുന്നത് ഇവിടെ തിരുവനന്തപുരത്ത് വന്ന ഒരു ചർച്ച് സ്ഥാപിക്കുവാൻ. I am so grateful for his obedience. അദ്ദേഹത്തിന്റെ അനുസരണത്തിനായി ഞാൻ നന്ദിയുള്ളവളാകുന്നു. If it wasn't for him, I wouldn't have had a church where my children would grow and know the Lord. അദ്ദേഹത്തിൻ്റെ അനുസരണത്തിൽ അദ്ദേഹം അങ്ങനെ നടന്നില്ലായിരുന്നെങ്കിൽ എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ കുടുംബത്തിനും ഒരു ദൈവത്തിനെ അറിയുവാനുള്ളൊരു ദൈവസഭ കിട്ടുകയില്ലായിരുന്നു. So many families have been blessed by one man's obedience. ഒരുപാട് കുടുംബങ്ങൾ ഒരു മനുഷ്യൻ്റെ അനുസരണത്തിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. It's not just one man, it's both of them. The family as a whole have obeyed. അദ്ദേഹം മാത്രമല്ല അവർ രണ്ടുപേരും ആ കുടുംബം ഒന്നാകെ ദൈവത്തിൽ അനുസരണയുള്ളവരായി നടന്നു. So we have someone who's walked ahead of us who is walking in obedience. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ മുമ്പിൽ മാതൃകയായിട്ട് ഒരു വ്യക്തിയുണ്ട്, അവർ അനുസരണയായിട്ട് നമ്മൾക്കും അതിൻ്റെ പാത പിന്തുടരുവാനായിട്ട്. Let's also walk in obedience. നമ്മൾക്കും അനുസരണയുള്ളവരായി തന്നെ നടക്കാം. So it's a life of obedience. അപ്പോൾ വിശ്വാസത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത് അനുസരണത്തിൽ ഉള്ള ജീവിതം കൂടിയാകുന്നു. When we walk in faith, our approach to trials will be different. അതുപോലെ നമ്മൾ വിശ്വാസത്തിൽ നടക്കുമ്പോൾ നമ്മൾ ഒരു പരീക്ഷയെ നേരിടുന്ന രീതി വ്യത്യസ്തമായിരിക്കും. Peter, the fisherman whom we saw in the first section,
Now he's grown and he writes a letter to the believers. In 1 Peter chapter 1, he says, verse 5, to the believers who are protected by the power of God through faith for a salvation ready to be revealed in the last time. In this you greatly rejoice, even though now for a little while, if necessary, you have been distressed by various trials, so that the proof of your faith, being more precious than gold, which perishes, though tested by fire, may be found to result in praise, glory, and honor at the revelation of Jesus Christ. And though you have not seen him, you love him. നമ്മൾ പത്രോസിനെ കുറിച്ച് ആദ്യം കാണുന്നത് ഒരു മീൻപിടുത്തക്കാരനായിട്ടാകുന്നു. അദ്ദേഹം കുറേ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം എഴുതുന്ന ലേഖനങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 1 പത്രോസ് 1:5-9 വരെ, ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. Amen. So the trials are a test of our faith. ഈ പരീക്ഷകൾ എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു ടെസ്റ്റ് ആകുന്നു. They come because we're in a fallen world. നമ്മൾ ഇവിടെ ഇടറി വീണിരിക്കുന്ന ഒരു ലോകത്തായിരിക്കുന്നത് കൊണ്ട് നമ്മളെ പരീക്ഷകൾ അപ്പെടും. But how do you face them? നമ്മൾ എങ്ങനെ പരീക്ഷകളെ നേരിടും? Do you know that in the midst of the trial, the Lord is with you? നമ്മൾക്കറിയാം എല്ലാ പരീക്ഷയുടെ നടുവിലും കർത്താവ് നമ്മളുടെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ്. And you're not alone. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള ഉറപ്പ്. I know there are seasons in our growth where we have more difficulties and some seasons where things are okay. നമ്മൾക്കറിയാം നമ്മളുടെ ഈ വിശ്വാസ ജീവിതത്തിൽ ചില കാലങ്ങളിൽ നമ്മൾക്ക് അധികം ശോധനകൾ ഏൽക്കേണ്ടി വരും, ചില കാലങ്ങളിൽ നമ്മൾ വലിയ പരിക്കുകളില്ലാതെ പോകും. A number of years back, before coming to the church, I was in faith and I had a few friends whom I used to pray with. കുറച്ചധികം നാളുകൾക്ക് മുമ്പ് ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ എൻ്റെ കൂടെ പ്രാർത്ഥിക്കുവാൻ ഒരു കൂട്ടം കൂട്ടുകാരുണ്ടായിരുന്നു. And so we were planning as a family to go for a journey. So every week I would pray with my friends. So just before that journey, we prayed together about that journey. ഞങ്ങൾ മുമ്പൊക്കെ കുടുംബമായിട്ട് ഞങ്ങൾ ട്രിപ്പുകളും ജേണിയൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഈ കൂട്ടുകാരോടൊപ്പം തന്നെ ആ ഒരു യാത്രയെക്കുറിച്ച് ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. Okay, so I used to every week pray with them for different needs. And this particular week, I was praying about the journey. I prayed protection as we traveled. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ഈ ഒരാഴ്ച പ്രത്യേകിച്ച് ഞങ്ങൾ പോകുന്ന ആ യാത്രയെക്കുറിച്ച് അതിനുള്ള സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. So we took some time to pray, and then the next that afternoon we were traveling. അപ്പോൾ ആ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ആ ഉച്ചയ്ക്കാണ് ഞങ്ങൾ യാത്ര തിരിക്കുന്നത്. We were in the car and suddenly it started raining a bit. ഞങ്ങൾ കാറിലാകുന്നു. അപ്പോൾ ചെറുതായിട്ട് ചാറ്റൽ മഴ പെയ്യാൻ തുടങ്ങി. At a particular point, because of the rain, a biker came from the opposite direction and suddenly cut across our car. The next moment, we didn't see where the person is. I think something plastic pieces fell off and the person disappeared. ഞങ്ങൾ കാറിൽ പോകുമ്പോൾ തന്നെ എതിരെ ഒരു ബൈക്കിൽ ഒരാൾ വന്നു, പെട്ടെന്ന് വന്ന് ഞങ്ങളുടെ അടുത്തുനിന്ന് എതിരെ വന്നു, ഞങ്ങളുടെ ആ കാറിൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. ഒരു നിമിഷത്തേക്ക് ആ ബൈക്കിലുള്ള യാത്രക്കാരനെ ഞങ്ങൾ കണ്ടില്ല. So we just jumped out of the car, and behind the hedge this young man was lying. He had no pulse. ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു ചെടിയുടെ താഴെയായിട്ടൊരു ചെറുപ്പക്കാരൻ കിടക്കുന്നു. പക്ഷേ പൾസ് ഇല്ലായിരുന്നു അദ്ദേഹത്തിന്. I knew we had prayed. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങിയത്. That moment my husband, a doctor, he gave him cardiac resuscitation. ആ സമയത്ത് തൻ്റെ ഭർത്താവ് ഒരു ഡോക്ടറാണ്, അദ്ദേഹം തന്നെ കാർഡിയാക് റെസിസ്റ്റേഷൻ. And I just prayed loudly in tongues. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. And I commanded the boy to come to life. ഞാൻ കമാൻഡ് ചെയ്തുകൊണ്ടേയിരുന്നു ആ ചെറുപ്പക്കാരൻ ജീവനിലേക്ക് തിരിച്ചു വരുവാൻ വേണ്ടിയിട്ട്. In a minute he woke up, he got up, and he was perfectly normal. ഒരു നിമിഷം കൊണ്ട് ആ ചെറുപ്പക്കാരൻ ഉണർന്ന് സാധാരണ ജീവിതത്തിലേക്ക് വരികയുണ്ടായി. That day the journey was stopped, and this area people can come and accuse us of driving fast, when we later came to know that the boy didn't have a license and also was drinking. അതോടെ ഞങ്ങളുടെ യാത്ര ഞങ്ങൾ നിർത്തി. പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലായി ഈ ഒരു അപകടത്തെക്കുറിച്ച് മറ്റുള്ളവർ അറിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങളെ കുറ്റപ്പെടുത്തുമായിരിക്കാം. പക്ഷേ ആ വ്യക്തിയുടെ കയ്യിൽ ലൈസൻസും ഇല്ലായിരുന്നു, അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. But at that time, the place where the accident happened, it just was in front of a house where one of my husband's patients lived.
പക്ഷെ ഞങ്ങളുടെ ആ ഒരു ഭാഗ്യത്താൽ അവിടെ ആക്സിഡൻ്റ് ഉണ്ടായ സ്ഥലത്ത് താമസിച്ചിരുന്ന ഒരു വീട്ടിൽ തന്നെ തൻ്റെ ഭർത്താവിൻ്റെ ഒരു പേഷ്യൻ്റ് ആയിരുന്നു ഉണ്ടായത്. So they all came and there was much favor there. അപ്പോൾ അവരൊക്കെ വന്ന് ഞങ്ങൾക്ക് ഒരുപാട് സഹായിക്കുകയുണ്ടായി. So afterwards I was thinking, Lord, we prayed, but why did this happen? അപ്പം ഞാൻ വിചാരിക്കുകയാണ്, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണല്ലോ ഇറങ്ങിയത് കർത്താവേ, എന്നിട്ടും ഇതെങ്ങനെ സംഭവിച്ചു? But in the trial, He is with us. പക്ഷേ പരിശോധനയിൽ, പരീക്ഷയുടെ നടുവിൽ കർത്താവ് നമ്മളുടെ കൂടെ ഉണ്ട്. Everything we pray may not be answered. There are so many factors around it, but in the trial, He will not leave us. നമ്മളുടെ ആ പരീക്ഷയുടെ സമയത്ത് ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും നടന്നു എന്ന് വരികയില്ല. പല പല കാര്യങ്ങളും അതിൻ്റെയോടൊപ്പം ചേരേണ്ടതുണ്ട്. പക്ഷേ അതിൻ്റെ മധ്യത്തിൽ, ആ പരീക്ഷയുടെ മധ്യത്തിൽ നമ്മുടെ കൂടെ കർത്താവ് ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ് വേണം. The trial taught us that we can trust in God. ഈ ഒരു പരീക്ഷകൾ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ കർത്താവിൽ ഉറപ്പുള്ളവരായിരിക്കണം എന്നുള്ളതാകുന്നു. A moment can change our life for the worse. ഒരു നിമിഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ കാര്യം വലിയൊരു നാശത്തിലേക്കുള്ള കാര്യം നടന്നേക്കാം. But as we pray and hold on to Him, God will protect us. പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മളെ സംരക്ഷിക്കും. So count it all joy when you have trials. അതുകൊണ്ട് നമ്മൾക്ക് പരീക്ഷകൾ വരുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുക. James chapter 1 verse 2 to 4. Could you read that in Malayalam? യാക്കോബിന്റെ ലേഖനം 1:2-4 വരെ. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്നെണ്ണുവിൻ. എന്നാൽ നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. How many of you want to be strong, steadfast in faith? We will have trials. നിങ്ങളിൽ എത്ര പേർക്ക് വിശ്വാസത്തിൽ സ്ഥിരതയിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു? നിങ്ങൾക്ക് പരീക്ഷയുണ്ടാകും. A walk of faith is a life of forgiveness. അതുപോലെ വിശ്വാസത്താലെയുള്ള ജീവിതം മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിൻ്റെയും കൂടി ജീവിതമാകും. In Luke chapter 13, Jesus telling the disciples, verse 3, be on your guard. If your brother sins, rebuke him, and if he repents, forgive him. And if he sins against you 7 times a day and returns to you 7 times, saying, I repent, you shall forgive him. ലൂക്കോസിന്റെ സുവിശേഷം 17:3-5 വരെ യേശു ഇങ്ങനെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, സൂക്ഷിച്ചുകൊള്ളുവിൻ, സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്കുക, അവൻ മാനസാന്തരപ്പെട്ടാൽ അവരോട് ക്ഷമിക്കുക. ദിവസത്തിൽ 7 വട്ടം നിന്നോട് പിഴയ്ക്കുകയും 7 വട്ടം നിന്റെ അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നു എന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കുക. And the apostles said to the Lord, increase our faith. അപ്പോസ്തലന്മാർ കർത്താവിനോട് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് It takes faith to forgive. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്ഷമിക്കുവാൻ കഴിയുകയുള്ളൂ. Why? How can we forgive? Because we've been forgiven. നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് ക്ഷമിക്കുവാൻ കഴിയുന്നത്? കാരണം നമ്മൾ ക്ഷമിക്കപ്പെട്ടു, നമ്മളുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടു എന്നുള്ള വിശ്വാസം കൊണ്ട്. Why can we forgive? Because we know that there is someone who judges, and in the end, every injustice done for us, God will settle that. എന്തുകൊണ്ടാണ് നമ്മൾ ക്ഷമിക്കേണ്ടത്? നമ്മൾക്കറിയാം ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരുവൻ ഇരിപ്പുണ്ട്, നമ്മൾക്കൊരു ജഡ്ജ്മെന്റ്, ന്യായവിധി ഉണ്ട്, നമ്മൾക്കെതിരെ എന്ത് അനീതി ഉണ്ടെങ്കിലും ദൈവം അത് കാര്യം നോക്കിക്കൊള്ളും എന്നുള്ള ഒരു ഉറപ്പ്. We need to trust that God is our vindicator. നമ്മൾക്ക് വേണ്ടി പ്രതികാരം ചെയ്യുന്നവനും നമ്മളെ നോക്കുന്നതും എല്ലാം കർത്താവാകുന്നു, വീണ്ടെടുപ്പുകാരൻ എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് വേണം. So faith doesn't just mean, so many supernatural things. It also means to walk in forgiveness. കർത്താവ് അസാധാരണമായ കാര്യങ്ങളിൽ വിശ്വസിക്കുക മാത്രമല്ല, ഈ ക്ഷമയോടുകൂടെ നടക്കുന്നതും വിശ്വാസ ജീവിതമാകുന്നു. Living a life of faith encourages to make the right confession. അതുപോലെ വിശ്വാസത്താലുള്ള ജീവിതം ശരിയായ ഏറ്റുപറച്ചിലുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളത് കൂടെയാണ്. I always tell the intercessors, what's the point in praying something and then getting up and saying just the exact opposite? The intercessors. I tell the intercessors that what's the point in just praying and then after that doing just the opposite? ഞാൻ എൻ്റെ ഇൻറ്റർസെസേഴ്സിനോട് ചോദിക്കും, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒന്നും അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു കാര്യം അതിനെതിരെയായിട്ട് പറയുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ത്? You pray that, okay, let me get better, and then after you get up, oh, I'm feeling so sick, I'm feeling so terrible. It just cancels everything you've said. നമ്മൾ പറയുകയാണ്, നമ്മൾ പ്രാർത്ഥനയുടെ സമയത്ത് നമ്മൾ പറയും എനിക്ക് സൗഖ്യമായി, ഞാൻ സൗഖ്യമാകുന്ന ദൈവം എന്നെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അയ്യോ എനിക്ക് വയ്യ എന്ന് പിന്നെ വീണ്ടും പറയുന്നതിൻ്റെ അർത്ഥം എന്ത്? We need to speak what the word of God speaks about a situation. ഒരു സാഹചര്യത്തെക്കുറിച്ച് കർത്താവ് പറയുന്ന കാര്യമാകുന്നു നമ്മൾ പറയേണ്ടത്, and not what we feel.
നമ്മൾക്ക് തോന്നുന്ന കാര്യമല്ല നമ്മൾ And പറയുന്നത്. so some people say, oh, is that, are you speaking the truth then? No, start speaking something good about the situation, and then after some time, your faith will follow and you will start seeing a change. ഒരു കാര്യത്തെക്കുറിച്ച്, ഒരു സാഹചര്യത്തെക്കുറിച്ച് നല്ലത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ആ സാഹചര്യം മാറുന്നത് നമ്മൾക്കറിയാം. Then we would be more conscious of eternity. അതുപോലെ തന്നെ നമ്മൾ വിശ്വാസത്തോടുള്ള ജീവിതത്തിൽ നമ്മൾ നിത്യതയെക്കുറിച്ച് കൂടുതൽ ബോധ്യമുള്ളവരായിരിക്കും. 1 Timothy chapter 6 verse 12 says, "Fight the good fight of faith. Take hold of eternal life, to which you were called, and for which you made the good confession in the presence of many witnesses." 1 തിമോത്തി 6:12 ഇങ്ങനെ വായിക്കുന്നു, വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക, അതിനായി നീ വിളിക്കപ്പെട്ടു, അനേകം സാക്ഷികൾ മുമ്പാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. So Lord, when we walk in faith, we're not so worried about the things here. More important are things of the kingdom. നമ്മൾ വിശ്വാസത്തിൽ നടക്കുമ്പോൾ നമ്മളുടെ ചുറ്റുമുള്ള കാര്യങ്ങളല്ല നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത്, സ്വർഗത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് വലിയതായിട്ട് തോന്നുന്നത്. We don't know about tomorrow. നമുക്ക് നാളെക്കുറിച്ച് അറിവില്ല. How many of you can guarantee that you have a tomorrow? നമ്മൾക്ക് നാളെ ഉണ്ട് എന്ന് ഉറപ്പുള്ളവർ ഇവിടെ കൂട്ടത്തിൽ ആരുണ്ട്? But we are sure about the eternity. പക്ഷെ നമ്മൾക്ക് നിത്യതയെക്കുറിച്ച് ഉറപ്പുള്ളവരായിരിക്കും. So let's live focused on the eternity. അപ്പോൾ നമ്മുടെ ജീവിതം ജീവിക്കുന്നത് നിത്യതയെക്കുറിച്ച് ബോധ്യമുള്ളവരായിട്ടായിരിക്കട്ടെ. So let's just think about what I shared today. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞതെല്ലാം നമ്മൾക്ക് നോക്കാം. We saw an instance where Jesus just said something to a fisherman and everything changed. നമ്മൾ ഇന്ന് വായിച്ചു തുടങ്ങിയത് ദൈവം ഒരു വാക്ക് പിടുത്തക്കാരനോട് പറഞ്ഞതും അത് കഴിഞ്ഞപ്പോൾ പല കാര്യങ്ങളും മാറിയതുമാകുന്നു. And they decided to follow him. അവർ തന്നെ അനുഗമിക്കുവാൻ അവർ തീരുമാനിക്കുന്നു. And we saw what a life of faith looks like. അതുപോലെ വിശ്വാസമുള്ള ജീവിതം എങ്ങനെ ഇരിക്കുന്നു എന്ന് നമ്മൾ കണ്ടു. That is, we walk by not what we see, but by faith. നമ്മൾ കാഴ്ചയാലല്ല, നമ്മൾ വിശ്വാസത്താൽ എത്ര നടക്കുന്നു എന്ന് നമ്മൾ കണ്ടു. It's a life of obedience. അനുസരണമുള്ള ജീവിതമാകുന്നു എന്ന് നമ്മൾ കണ്ടു. The way we face trials will be different. നമ്മൾ പരീക്ഷയെ നേരിടുന്ന വിധങ്ങൾ വ്യത്യസ്തമായിരിക്കുമെന്ന് നമ്മൾ കണ്ടു. It's more precious than gold. Our faith is more precious than gold. പൊന്നിനേക്കാളും വിലയേറിയതാണ് നമ്മുടെ വിശ്വാസം എന്ന് നമ്മൾ കണ്ടു. It will be tried and tested. അത് എന്തായാലും പരിശോധിക്കപ്പെടുമെന്ന് നമ്മൾ കണ്ടു. It's a life of forgiveness. അനുസരണം ഉള്ള ഒരു മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന ഉള്ള ഒരു ജീവിതമാകുന്നു വിശ്വാസ ജീവിതം എന്ന് നമ്മൾ കണ്ടു. It's a life of making the right confessions. അതുപോലെ ശരിയായ ഏറ്റുപറച്ചിലുകൾ പറയുന്നതാണ് വിശ്വാസ ജീവിതം നമ്മൾ കണ്ടു. It's a life of surrender. അതുപോലെ താഴ്മയോടെ നമ്മൾ താഴ്ന്നിരിക്കുന്നതാണ്. എല്ലാം നമ്മൾ കർത്താവിന്റെ മുമ്പിൽ അടിയറവ് വെക്കുന്നത് കൂടിയാകുന്നു ഈ വിശ്വാസത്തിന്റെ ജീവിതം. Let's decide to walk in faith. നമ്മൾക്ക് വിശ്വാസത്തിലൂടെ ജീവിക്കുവാൻ, നമുക്ക് നടക്കുവാൻ നമ്മൾ തീരുമാനിക്കാം. Just like to take some time to pray. Just commit yourself to the Lord. നമ്മൾക്ക് കർത്താവിന്റെ മുമ്പിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. Hallelujah. Lord, ഞാനിത് നിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിച്ച കാര്യങ്ങൾ, Hallelujah, വിശ്വാസത്താലുള്ള ജീവിതം, വിശ്വാസത്താലുള്ള ജീവിതം. ഹല്ലേലൂയ. കർത്താവേ, ഐ പ്രേ ഈ സമയത്ത് ഓരോരുത്തർ ഇന്ന് ഞങ്ങൾ കേട്ട കാര്യങ്ങൾ ഹല്ലേലൂയ പ്രാവർത്തികമാക്കാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യു ആർ വർതി ഓഫ് മോർ. ഹല്ലേലൂയ. കർത്താവിനെ ഞങ്ങളുടെ ജീവിതങ്ങൾ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ആരെങ്കിലും ഇവിടെ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പ്രയാസമാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് പറഞ്ഞാട്ടെ കർത്താവിൻ്റെ അടുത്ത്. ഹല്ലേലൂയ. Lord, I forgive. ഞാൻ ക്ഷമിക്കുന്നു. There's someone, ആരോ നിങ്ങളെ വേദനിപ്പിച്ചു, ഒത്തിരി പ്രയാസപ്പെടുത്തി. റൈറ്റ് നൗ കർത്താവിൻ്റെ മുമ്പാകെ വന്നിട്ട് ആ വിശ്വാസത്താൽ ക്ഷമിക്കുക. കാരണം ഈ കർത്താവ് എല്ലാം കാണുന്നു, ഈ സാഹചര്യം കാണുന്നു. ഇറ്റ് മേ ബി ഇൻ യുവർ മാരേജ് ഒരു അൺഫർഗിവ്നെസ്, ഒരു ക്ഷമയില്ലായ്മ ഉണ്ടെങ്കിൽ കർത്താവ് ഇപ്പം തന്നെ ഒന്ന് സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. ശുഭരെ ഖദീറ ബറകശീറാറാറാ ഒരു ഖശീറാറീറാ. ഒരു പുതുവർഷം ദൈവം നമുക്ക് തന്നു. എങ്ങനെയാണ് നമ്മൾ അതിൽ നടക്കാൻ പോകുന്നത്? കഴിഞ്ഞ വർഷം പോലെയാണോ? കഴിഞ്ഞ വർഷം പോലെ അല്ല. ഈ വർഷം വിശ്വാസത്തിൻ്റെ വർഷമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലോർഡ്, റിലീസ് miracles. അവയുടെ അത്ഭുതങ്ങൾ നിറച്ചാട്ടെ. സുഖമില്ലാത്തവർക്ക് ഇപ്പൊ സൗഖ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഐ ബിലീവ് നിങ്ങൾ നിങ്ങളുടെ നെയ്ബേഴ്സിനോട്
സുവിശേഷം പറയും, അവർ വിശ്വാസത്തിൽ വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ ഖശീര ഹരിര, ഓരോ ഖശി. വിശ്വാസത്തിൻ്റെ ഒരു ജീവിതത്തിലേക്ക് നമുക്കൊന്ന് ഒരുമിച്ച് സഭയായിട്ട് നമ്മൾ എഴുന്നേറ്റാൽ, ഈ സഭയെ കാണുമ്പോൾ മറ്റുള്ളവർ പറയും അവർക്കൊരു വ്യത്യാസമുണ്ട്. ദേ ആർ ട്രൂലി എ വേൾഡ് ഇമ്പാക്ട് ചർച്ച്. അവർ യഥാർത്ഥത്തിൽ ഈ ലോകത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സഭയാണെന്ന് പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുഭരെ ഖദീർ ബറകശീരാരാ ഓരകശീരാരാരാ. ഓ ലോർഡ്, ഐ പ്രേ ഫാദർ ലോർഡ് റൈറ്റ് നൗ. ഐ നോ ദൈവം ഈ ദിവസങ്ങളിൽ ഒരു ഇമ്പാർട്ടേഷൻ ഓഫ് ഫെയ്ത്ത് നമ്മളുടെ മേൽ തന്നിട്ടുണ്ട്. ബട്ട് ലെറ്റ് ഇറ്റ് ബി എസ്റ്റാബ്ലിഷ്ഡ്, ലെറ്റ് ഇറ്റ് ബി എസ്റ്റാബ്ലിഷ്ഡ്. അത് ആഴത്തിൽ ഇവരാരും വിശ്വാസം ഇല്ലാതെ പോലെ. കാരണം കർത്താവ് നമുക്ക് വിശ്വാസം തരുന്നത്. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്നൊരു ദാനമാണ് വിശ്വാസം. ഹല്ലേലൂയ. സ്വീകരിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ആരാധിക്കുമ്പോൾ, നമ്മളിപ്പോൾ ആരാധിക്കാൻ പോവാ. ഹല്ലേലൂയ. ആരാധിക്കുന്ന സമയത്ത് നമുക്കൊന്ന് കർത്താവിൻ്റെ കരത്തിൽ നമ്മുടെ ജീവിതം സമർപ്പിക്കാം. വിശ്വാസ ജീവിതത്തിലേക്ക് സ്റ്റെപ്പ് ചെയ്യാം. ആരാധന അങ്ങേക്കാരാധന, യേശുവേ അങ്ങേക്കാരാധന. എല്ലാവരും ആരാധിച്ചാട്ടെ. അങ്ങേക്കാരാധന, യേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, യേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, യേശുവേ അങ്ങേക്കാരാധന. ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തരും ഒന്ന് കർത്താവിനോട് പറഞ്ഞാട്ടെ, എനിക്കൊരു വിശ്വാസ ജീവിതം ജീവിക്കണം, എന്നിലൊരു വ്യത്യാസം വരട്ടെ. നിങ്ങൾ അത് ആഗ്രഹിച്ചാൽ ദൈവം അത് ചെയ്യും. കുഞ്ഞുങ്ങളും പറയട്ടെ ഹല്ലേലൂയ. പഴയ കാര്യങ്ങളൊക്കെ അത്ര ശരിയായില്ല. പക്ഷെ ദി ലോർഡ് ഈസ് സേയിങ് അത് പഴയ ചാപ്റ്റർ ആയിരുന്നു. പുതിയൊരു ചാപ്റ്ററിലേക്ക് സഭയായിട്ട് നമ്മൾ ഇപ്പോൾ ഇറങ്ങുക. വി ആർ സ്റ്റെപ്പിംഗ് ഇൻ ടു, നമ്മളത് ആ പുതിയൊരു ചാപ്റ്ററിലേക്ക് നമ്മൾ ഇറങ്ങുന്നു. ഹല്ലേലൂയ. വിശ്വാസത്താൽ ഹല്ലേലൂയ. ഒരു ഖശീരാരാ ഒരു ഖശീ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ കാണും. I release the miraculous over the church. I release the miraculous over the church. Hallelujah. I release faith over the church. Hallelujah. Raba raba baba bare kashira rara. Shubare khadir raba baba bare kashira rara. Ore kashira rira rira. Ore kashira barare rara baba 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 baba. Ore kashira rira. Faith. എന്തോ ബ്രേക്ക് ത്രൂസ് കർത്താവ് ചെയ്യാൻ പോവാ. നിങ്ങളുടെ ജീവിതത്തിൽ ചില മൗണ്ടൻസ് നിങ്ങളുടെ മുമ്പാകെ ഉണ്ട്. ഇപ്പം ആസ് വി പ്രേ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പം ആ മലകൾ മാറാൻ പോകുന്നു. ഹല്ലേലൂയ. We see it by faith. നമ്മൾ വിശ്വാസമല്ല, അത് കാണുന്നു. ഹല്ലേലൂയ. കടഭാരം ആണെങ്കിൽ അതിപ്പം മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. വിശ്വാസം ഉണ്ട് കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Stir up the faith, Lord. Stir up the faith in the house. Stir up the faith in the house. Stir up the faith in the house. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ ഇല്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. We release that. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുഭരി ഖദീറ. മാരേജസ് നടക്കാത്തവർക്ക് മാരേജ് at the right time. ഹല്ലേലൂയ. ശുഭരി ഖദീറ ബറ ബറ ബ ബ ബ ബ ബ ബ ബ ബ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരെ ഖശീറ രേരാ. ഓരെ ഖശീറ ബ ബ ബ ബ ബ ബ ബ ബ ബ ബ. യേശുവേ അങ്ങേക്കാരാധന.
ഹല്ലേലൂയ. നന്ദി പിതാവേ, ഈ സമയത്തിനായി സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് കേട്ട കാര്യം ഞങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം വരും, ഉറപ്പുണ്ട്. ഹല്ലേലൂയ. വിശ്വാസത്തിൽ ഞങ്ങൾ എഴുന്നേക്കും സഭയായിട്ട്. ഹല്ലേലൂയ. നന്ദി പിതാവേ. ഹല്ലേലൂയ. പിതാവേ, I just pray, ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഓൺലൈനായിട്ട് കാണുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശ്വാസം വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഇത് തീർച്ചയായും ഒരു വിശ്വാസത്തിൻ്റെ വർഷമായിട്ട് തന്നെ നമ്മളത് കണക്കെടുക്കുന്നു. ഹല്ലേലൂയ. എല്ലാം നിൻ്റെ കരുത്തിൽ ഏൽപ്പിക്കുന്നു. ആരാധന അങ്ങയ്ക്ക് മാത്രം. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ആമേൻ.